എല്ലാവർക്കും ലിജോസ് ന്യൂ ബിഗിൻ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ നമ്മൾ ഗാർഡൻ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവുക. അപ്പോൾ വിൻ്റർ സ്റ്റാർട്ടിംഗ് ആണ്, അടുത്ത മാസത്തോടെ വിൻ്റർ തുടങ്ങും. അപ്പോൾ അതിൻ്റെ മുമ്പേ നമുക്ക് ആ പയ്യെ ഗാർഡനൊക്കെ ക്ലീൻ ചെയ്ത് നമുക്ക് വിൻ്റർ വെജിറ്റബിൾസ് അതൊക്കെ നമുക്ക് പ്ലാന്റ് ചെയ്യാനുള്ള ഗാർഡൻ ബെഡ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. നമ്മുടെ പാവയ്ക്ക ഉണ്ടല്ലോ മുഴുവനായിട്ട് തീർന്നിട്ടില്ലായിരുന്നേ. ആക്ച്വലി ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് വീതം കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോ കുറേ കുഞ്ഞുങ്ങൾ കിടക്കുക. ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പഴുത്തു പോയി. ഇത് വലുതായി നിൽക്കില്ല, കാരണം തണുപ്പായതുകൊണ്ട് എല്ലാം ശോഷിച്ച് നിൽക്കുകയാണ്. അപ്പൊ ഏതായാലും ഞാൻ പറിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഓവനിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തങ്ങ് എടുക്കും, എണ്ണ യൂസ് ചെയ്യാണ്ട്. നമ്മുടെ ക്യാപ്സിക്കം കുറച്ചും കൂടെ ആയിട്ടുണ്ട് കേട്ടോ. ക്യാപ്സിക്കം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് 1-2 വീതം കിട്ടുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡില് ഇവിടെ കണ്ടോ, ഇവിടെ കണ്ടോ ഒരു വലുത് കിടക്കുന്നേ, അതുകൂടെ അങ്ങ് പറിച്ചെടുക്കാം. കണ്ടോ പറഞ്ഞ വലുത് കിടക്കുന്നുണ്ടോ, അതും കൂടെ അങ്ങ് എടുക്കാം. ക്യാപ്സിക്കം തണുപ്പായിട്ടുണ്ടല്ലോ, അതൊന്നും പോയിട്ടില്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട്. സാധാരണ കഴിഞ്ഞ വർഷമൊക്കെ ഒരു ചെറിയൊരു തണുപ്പ് വരുമ്പോൾ തന്നെ അതിനകത്ത് ആ സ്കിന്നിലൊക്കെ ഒരു ബ്ലാക്ക് കളർ വന്ന് ചീത്തയായി പോകുമായിരുന്നു. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, അത്യാവശ്യം നല്ല ക്യാപ്സിക്കം നമുക്ക് ഈ വർഷം വിളവെടുക്കാൻ പറ്റി. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇതിൻ്റെ പരിപാടികൾ കഴിഞ്ഞ് ഇനിയിപ്പോൾ ബാക്കിയുള്ള പ്ലാന്റ്സ് ഒക്കെ നമുക്ക് വിൻ്ററിന് നടാൻ പറ്റിയ വെജിറ്റബിൾസ് ഒക്കെ നടാൻ വേണ്ടി നമുക്കപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്ത് നമുക്ക് മണ്ണൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. ആദ്യമേ നമുക്ക് ഈ ഗാർഡൻ ബോക്സിൽ നിന്ന് തുടങ്ങാം. കാരണം ഇതിവിടെ നമ്മൾ വെച്ചത് വെണ്ടയ്ക്കയാണ്. അതെല്ലാം പറിച്ചതാണ്. ഇവിടെ ഒരു ചെറിയൊരു വെണ്ടയ്ക്ക എനിക്ക് മൂത്ത് പോയെന്ന് അറിയത്തില്ല, ഇത് സീഡിന് വേണ്ടി വെച്ചതാണെന്ന് അറിയത്തില്ല, അടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. അതുപോലെ തന്നെ ഞങ്ങൾ ഈ ഗാർഡനിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനം കാണിച്ചു തരാം. നമുക്ക് പ്ലാന്റ് സപ്പോർട്ടിനൊക്കെ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ റീലൊക്കെ ഇട്ടപ്പോൾ നമുക്ക് കുറേ ഒരു മെസ്സേജൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ക്ലൈംബിംഗ് പ്ലാന്റ്സിനും സ്റ്റാൻഡിങ് പ്ലാന്റ്സിനൊക്കെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? നമ്മൾ സാധാരണ ചാക്കുന്നൂലൊക്കെ വെച്ചാണ് നമ്മളത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ നല്ല രീതിയിലായിട്ട് ഈ ക്ലിപ്പ്, നമ്മളിത് ഡെമോന്ന് വാങ്ങിച്ചാണ് ഈ ക്ലിപ്പ്. കണ്ട ശരിക്കും നമുക്ക് നമ്മളൊരു ചെറിയൊരു സ്റ്റിക്ക് പോലെ വെച്ചിട്ട് ഒരു സപ്പോർട്ട് പോലെ വെച്ചിട്ട് നമുക്ക് കെട്ടി കൊടുക്കുന്നതിന് പകരം ഇതാണ് നമ്മുടെ ആ പിന്ന്. നമ്മളിത് ശരിക്കും വെച്ചിട്ട് ഇങ്ങനെ ക്ലിപ്പ് ചെയ്യും. ആ പ്ലാന്റിന് പറ്റിയ സപ്പോർട്ടിന് ഇടയ്ക്കോടെ ഇങ്ങനെ വെച്ച് ക്ലിപ്പ് ചെയ്ത് വെക്കും. ഇങ്ങനെ സംഭവം ശരിക്കും ഈ പ്രാവശ്യം നല്ല രീതിയിൽ ചെയ്തു വന്ന, പക്ഷേ ഇടയ്ക്കൊന്ന് നാട്ടിൽ പോകേണ്ടി വന്നതുകൊണ്ട് ഒരു 1-1.5 മാസം വരെയൊക്കെ കെയർ കൊടുക്കാൻ പറ്റിയില്ല. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അത്യാവശ്യം പ്രതീക്ഷയുടെ അത്രയും കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം ഇതെല്ലാം കിട്ടി, വിളവെടുക്കാൻ പറ്റി. ബാംബൂ സ്റ്റിക്സ് അല്ല ഇനിയിപ്പോൾ അടുത്ത സമ്മറിന് നമുക്ക് ആവശ്യം വരും. ഇതൊക്കെ കടയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ചാണ്, അതുകൊണ്ട് അതെല്ലാം കളയുന്നില്ല, എല്ലാം സ്റ്റോർ ചെയ്ത് അങ്ങനെ ഗാർഡൻ ഷെഡിൽ കൊണ്ട് വെച്ചാൽ മതി. ദേ ഇവിടെ ക്യാപ്സിക്കം ഉണ്ടോ, ഇതേ അമ്മയ്ക്ക് കൊണ്ടേ കൊടുത്തേ. We can make chili chicken and chicken fried rice. Okay? See, don't look. പൊറോട്ട എങ്കിൽ പൊറോട്ട ചില്ലി ചിക്കൻ ഉണ്ടാക്കും. അമ്മയുടെ കൊടുക്കും. എന്തായാലും ഈ പ്രാവശ്യത്തെ ക്യാപ്സിക്കം തണുപ്പായിട്ടും ഇതുപോലെ കിട്ടുന്നുണ്ട് സംഭവം. അതെ, ലാസ്റ്റ് ഗാർഡൻ ബോക്സും കൂടെ ക്ലീൻ ചെയ്തെടുക്കുക. നിങ്ങളുടെ വീട്ടിൽ ഗാർഡനിങ് ഒക്കെ ചെയ്യുന്നുണ്ടോന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഗാർഡനിങ് ചെയ്യാൻ ഇഷ്ടമാണ്, നിങ്ങൾ എവിടെ നിന്നാണ് വീഡിയോ കാണുന്നത് അതൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യാൻ നമുക്കറിയാൻ പറ്റും. നമ്മുടെ വ്യൂവേഴ്സൊക്കെ എവിടെ നിന്നാണ് വീഡിയോസൊക്കെ കാണുന്നത്. എന്തെങ്കിലും ടിപ്സൊക്കെ പറയാനുണ്ടെങ്കിൽ പറയുക, കമൻ്റായിട്ട് ഇടുക. ഈ സൈഡിലുള്ള ഗാർഡൻ ബോക്സസ് എല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ ഏരിയ ആയ ബീൻസും മറ്റേ പിടിപ്പയറൊക്കെ വെച്ച സ്ഥലം അവിടെയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവുക. നമുക്ക് ഈ ഗാർഡൻ ബോക്സും ക്ലീൻ ചെയ്ത് ഈ സൈഡും കൂടെ അങ്ങോട്ട് ചെയ്ത് തീർക്കാം. വെതർ നല്ലതാകുമ്പോഴാണ് ഇതൊക്കെ നമുക്ക് ചെയ്യാനുള്ള സമയം കിട്ടുന്നത്. കാരണം ഇന്നിപ്പോൾ എന്തായാലും പെർഫെക്റ്റ് ഡേ ആണ്. കുറച്ച് കാറ്റുണ്ടെന്നുണ്ട്, നല്ല സണ്ണിയാണ്, എന്നാലും ചെറിയ കോൾഡ് വിൻഡ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് അത്രയും തണുപ്പ് തോന്നുന്നില്ല. ഗാർഡനിലൊക്കെ ഇറങ്ങി പണി ചെയ്യാനും. ദൈവം, ഇത് നോക്കിക്കേ, ഇത് കണ്ടോ,
ക്യാരറ്റ് കണ്ടോ, കഴിഞ്ഞ പ്രാവശ്യം വിളവെടുത്തിട്ട് ഇത്ര വലിയ ക്യാരറ്റ് കിട്ടിയില്ല. ഇത് കണ്ടോ, ഞങ്ങളത് വിളവെടുത്തപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ചെറുതായിരുന്നു. അത് അവിടെ നിർത്തട്ടെ എന്ന് വിചാരിച്ച് വെച്ചായിരിക്കും. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ദേ അടുത്തത് വലുത്. അമ്പോ, ഇത് കാണിച്ചേ. ഇറ്റ്സ് ബിഗ് ക്യാരറ്റ്. നോക്കിക്കടാ. വാവ്, 3 ചെറിയ ബേബി ക്യാരറ്റ്സ്. നൈസ്. It's a big one. See, this one big one. പിള്ളേർ ക്യാരറ്റ്സ് അപ്രതീക്ഷിതമായി കിട്ടിയപ്പോ എന്തായാലും ഹാപ്പി. ഓക്കെ ഓക്കെ, ഗുഡ്, നൈസ്. അമ്മയുടെ കൊണ്ട് കൊടുത്തോട്ടോ. നമ്മള് ബീട്രൂട്ട് എല്ലാം ഇവിടെ വെച്ച് പിന്നെ നോക്കിയപ്പോ ഇപ്പൊ വിന്റർ വരാൻ പോ, ഈ സൈഡിലൊന്നും വെയിൽ കിട്ടുന്നതൊക്കെ കുറച്ച് പാടായിരിക്കും. നമ്മുടെ ആ ബോക്സിൽ നമ്മൾ വിളവെടുത്ത മെയിൻലി ബീട്രൂട്ട് വെച്ച ഗാർഡൻ ബോക്സ് അതാണ്. അപ്പൊ നമുക്ക് അതിനകത്തേക്ക് എല്ലാം കൂടെ ഷിഫ്റ്റ് ചെയ്യാം. ഇതൊന്ന് ഇവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഇരിക്കുമെന്നു. ഇവിടെ കുറച്ച് തൈകളുണ്ട്. അപ്പോൾ അതിനകത്ത് ചെറുതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ലോണം മണ്ണിനടിയിൽ കുഴിച്ച് ഒരു 10 സെന്റിമീറ്റർ ഗ്യാപ്പിൽ ആയിട്ട് വെക്കാം. അതായത് ഇവിടെ ആകുമ്പോൾ നല്ല സൺലൈറ്റും കിട്ടും, നല്ല പ്രോപ്പർ ഡ്രെയിനേജ് ഉള്ള സോയിലും കൂടെയാണ്. അപ്പം സംഭവം അവിടെ ഇരുന്ന് ഞങ്ങൾ സെറ്റ് ആയിക്കോളും. ഒരു 10 സെന്റിമീറ്റർ ഗ്യാപ്പിൽ വെച്ചാൽ മതി 2-3 ചെടികൾ. ഇവിടെ ഇരുന്ന് ഞങ്ങൾ സെറ്റ് ആയിക്കോളും. മണ്ണിൻ്റെ ഫലപുഷ്ടം എല്ലാം പോകണ്ടാവും. എന്ത് കുറച്ച് കമ്പോസ്റ്റോ അല്ലെങ്കിൽ നമ്മുടെ ഗാർഡൻ ഫെർട്ടിലൈസറോ ഇട്ട് നമുക്ക് നൈസായിട്ട് സെറ്റാക്കി എടുക്കാം. പിന്നെ നമുക്ക് നേരെ അങ്ങോട്ട് തുടങ്ങാം. അവിടെ പോയിട്ട് ആ ഏരിയയും കൂടെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇവിടെ വല കെട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് ആ ബീൻസൊക്കെ കയറ്റി വിടാൻ വേണ്ടി. പക്ഷെ ആ സമയത്താണ് നമുക്ക് നാട്ടിൽ പോകേണ്ടി വന്ന്. നല്ല ക്വാളിറ്റി ഉള്ള സാധനം. ഇതും ടെമ്മൂന്ന് വാങ്ങിച്ചാണ്. സാധാരണ നമ്മൾ ഇങ്ങോട്ട് വലിച്ചു കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പടർന്ന് പിടിക്കുമ്പോൾ നമുക്ക് ആ ഇവിടെ ഒരു നല്ലൊരു ഷെയ്ഡൊക്കെ കിട്ടേ. ലഞ്ചൊക്കെ കഴിഞ്ഞ് വീണ്ടും ബാക്കിയുള്ള പരിപാടികൾ തുടങ്ങുവാണ്. അപ്പോൾ ഇവിടുത്തെ ഉണങ്ങിയ ബീൻസും അച്ചിങ്ങയും കുക്കുംബറൊക്കെ എല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഉള്ളത് പാവയ്ക്കയുടെ ലോങ് ബീൻസിൻ്റെ ഉണ്ട്. അതെല്ലാം അതിൻ്റെ ഇത് തീർന്ന് എല്ലാം ഉണങ്ങി തുടങ്ങി, പയ്യെ ഉണങ്ങി തുടങ്ങി. അപ്പോൾ നമുക്ക് അതെല്ലാം ക്ലിയർ ചെയ്ത് വിടാം. അപ്പോൾ ഇത് ഫുള്ള് നമ്മൾ ഇവിടുത്തെ എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉള്ള ബാക്കിയുള്ള എല്ലായിടത്തും നമ്മൾ ഗാർഡൻ വേസ്റ്റിലേക്ക് ഇടാൻ പോവാണ്, ബിന്നിലേക്ക് ഇടാൻ പോവാണ് ഫുള്ള് റബ്ബിഷുകളെല്ലാം. അപ്പോൾ നമ്മുടെ ഗാർഡനൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട് 2 സൈഡിലും. ഇപ്പോൾ പഴയ സമ്മർ ഗാർഡൻ്റെ റബ്ബിഷെല്ലാം എടുത്ത് കളഞ്ഞ് ക്ലിയർ ചെയ്ത് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സോയിൽ പ്രിപ്പയർ ചെയ്യണം. അന്നിപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഗാർഡൻ വീഡിയോസ് ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ടിപ്സോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളടുത്ത് കമൻ്റ് ആയിട്ട് ഇടുക. അന്നിപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. Bye.